ഹലോ, മനുഷ്യമനസ്സിന്റെ ചില സങ്കീർണതകളെയും നമ്മുടെ പെരുമാറ്റങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ പുതിയ അനാലിസിസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ രസകരവും എന്നാൽ നമ്മളിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആരെയും ജഡ്ജ് ചെയ്യാതെ വളരെ തുറന്ന ഒരു മനസ്സോടെയാണ് നമ്മളത് നോക്കിക്കാണുന്നത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഈയൊരു ചോദ്യം നിങ്ങളോട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത്, നിങ്ങളുടെ പങ്കാളിയുടെ മുഖഭാവങ്ങളോ അവരുടെ മൂഡിലെ ചെറിയ മാറ്റങ്ങളോ ഒക്കെ അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ നേരെ തിരിച്ച് നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ അവരോട് തുറന്നു പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ വാൾ പൊളിച്ച് അവരെ പൂർണ്ണമായി വിശ്വസിക്കാനോ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചില സൈക്കോളജിക്കൽ സത്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, ഗാർഡഡ് എംപതി അഥവാ പ്രതിരോധത്തോടെയുള്ള സഹാനുഭൂതി എന്ന ഈ അവസ്ഥയിലേക്ക് നമുക്കൊന്ന് ഡീപ്പായി ഇറങ്ങിച്ചെല്ലാം. ഇതൊരു വലിയ വിരോധാഭാസമാണ്. നോക്കൂ, ഒരു വശത്ത് നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങൾ വളരെ സിമ്പിളായി നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ മറുവശത്തോ, സ്വന്തം വികാരങ്ങളെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയി താഴിട്ട് പൂട്ടിവെക്കുകയാണ്. മറ്റൊരാളുടെ ഫീലിംഗ്സിനെക്കുറിച്ച് ഇത്രത്തോളം അലേർട്ടാവുകയും എന്നാൽ സ്വന്തം വികാരങ്ങളെ ഇത്രത്തോളം ഹൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഈയൊരു പാറ്റേൺ സൈക്കോളജിയിൽ വളരെ വ്യക്തമായി തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു കുറവായി നിങ്ങൾ കാണേണ്ടതില്ല. അപ്പോൾ ഇതിന്റെ തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ? അത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിന്നാണ്. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈക്കോളജിയിൽ ഇതിനെ പാരന്റിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത്, ഒരു കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മുതിർന്ന വ്യക്തി എടുക്കേണ്ട വൈകാരികമോ പ്രായോഗികമോ ആയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതനാകുന്ന അവസ്ഥ. വളരെ നേരത്തെ തന്നെ മുതിർന്നവരെ പോലെ പെരുമാറേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരുടെ വേദനയും മൂഡുമൊക്കെ മനസ്സിലാക്കാനുള്ളൊരു പ്രത്യേക കഴിവ് അവരിൽ വളരെ വേഗം ഡെവലപ്പാകും. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. കുട്ടിക്കാലത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളിൽ വളരെ ഉയർന്ന ഒരു ഇമോഷണൽ അവയർനെസ് ഉണ്ടാകുന്നു. അതൊരു സൂപ്പർ പവർ പോലെയാണ്. ആളുകളുടെ സ്വഭാവത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും പെട്ടെന്ന് തിരിച്ചറിയാനും ബന്ധങ്ങളിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ അവ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി കാണാനും ഈ കഴിവ് നിങ്ങളെ സഹായിക്കുന്നു. പങ്കാളി പറയാത്ത തന്നെ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാകുന്നത് ഇതുകൊണ്ടാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശത്തേക്ക് നമുക്ക് വരാം. ഇത്രയും സഹാനുഭൂതിയുള്ള ഒരാൾ എന്തിനാണ് ഇത്രയും വലിയൊരു വൈകാരിക കോട്ട കെട്ടിപ്പടുക്കുന്നത്? ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളുടെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. യാതൊരു സുരക്ഷയുമില്ലാതെ ഒരാളെ കെയർ ചെയ്താൽ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി വിശ്വസിച്ചാൽ കിട്ടുന്ന പണി എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ആ ഒരു ഡീപ്പായ സൈക്കോളജിക്കൽ ഡാമേജ് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് വീണ്ടും അതുപോലെ മുറിവേൽക്കുമോ എന്ന ഭയത്തിൽ നിങ്ങൾ ആ പഴയ കോട്ടകൾക്കുള്ളിൽ തന്നെ സേഫായി നിൽക്കാൻ ശ്രമിക്കുന്നത്. ഈ ഇമോഷണൽ വാളുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ യഥാർത്ഥ ചിന്തകളെ നിങ്ങൾ പങ്കാളിയിൽ നിന്ന് മറച്ചുവെക്കും. റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു സർഫേസ് ലെവലിൽ മാത്രം കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. ഈ ശീലങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ സേഫായിരിക്കും, അല്ലേ? പക്ഷേ സങ്കടകരമായൊരു യാഥാർത്ഥ്യം എന്താണെന്നാൽ, ഇത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുമായി ട്രൂ ആയി കണക്ട് ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. പങ്കാളിയിൽ നിന്നും ഒരു സപ്പോർട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. വികസന മനഃശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് സർവൈവൽ ഇൻഡിപെൻഡൻസ് എന്നാണ്. അതായത്, കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടിയിരുന്ന സമയത്ത് അത് കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ സ്വന്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശീലിച്ചു. മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴോ നിർത്തി. അങ്ങനെ പുറമേ വളരെ കേപ്പബിളായ ഇൻഡിപെൻഡൻ്റായ ഒരാളായി നിങ്ങൾ മാറി. ഇതുകൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സ്പ്ലിറ്റ് മെച്യൂരിറ്റിയാണ്. നിങ്ങളുടെ ഇമോഷണൽ അവയർനെസ് വളരെ വേഗം ഡെവലപ്പായി, പക്ഷെ മറ്റുള്ളവരെ എങ്ങനെ സേഫായി ഡിപ്പെൻഡ് ചെയ്യാം എന്ന് പഠിക്കാനുള്ള ആ ഒരു സ്റ്റേജ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നില്ല. ഈയൊരു ഡെവലപ്മെൻ്റൽ ഗ്യാപ്പ് കാരണമാണ് നിങ്ങൾ എത്ര മെച്യൂർ ആണെങ്കിലും നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കാനും അവരെ ആശ്രയിക്കാനും നിങ്ങൾക്ക് പേടി തോന്നുന്നത്. അത് വളരെ അൺനാച്ചുറലായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആരെങ്കിലും നിങ്ങളെ കെയർ ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ അതൊരു വലിയ ബാധ്യതയായിട്ടോ അല്ലെങ്കിൽ ഒരു കടമായിട്ടോ ഒക്കെയാണ് നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിനെ ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റി എന്ന് പറയാം. ഈ ഫ്രീ ആയി കിട്ടുന്ന സ്നേഹവും കരുതലും നിങ്ങൾക്ക് തീർത്തും അപരിചിതമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ എപ്പോഴും ചെറുതാക്കി കാണിക്കുകയും ചെറിയൊരു ഹെൽപ്പ് ചോദിച്ചാൽ പോലും ഒരുപാട് തവണ സോറി പറയുകയും ഒക്കെ ചെയ്യും. ശരി, ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. ഈ ഇമോഷണൽ വാളുകളെ നമുക്ക് പുതിയൊരു രീതിയിൽ നോക്കിക്കാണാം. സ്വയം കുറ്റപ്പെടുത്തുന്നത് ഇനി നിർത്താം. ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്.
നിങ്ങൾക്ക് സ്നേഹമില്ലെന്നും പങ്കാളിയെ വിശ്വാസമില്ലെന്നും സമൂഹവും ചിലപ്പോൾ നിങ്ങൾ തന്നെയും വിശ്വസിക്കുന്നുണ്ടാകാം. പക്ഷേ റിയാലിറ്റി അതല്ല. നിങ്ങളുടെ പഴയകാല ജീവിത സാഹചര്യങ്ങൾ കാരണം നിങ്ങളുടെ ബ്രെയിൻ അഡോപ്റ്റ് ചെയ്ത ഒരു സർവൈവൽ മെക്കാനിസം മാത്രമാണിത്. വീണ്ടും വേദനിക്കാതിരിക്കാൻ അത് കണ്ടെത്തിയൊരു പ്രതിരോധം, അത്രയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഇതൊരിക്കലും നിങ്ങളുടെ സ്നേഹക്കുറവല്ല. അതുപോലെ ഇതൊരിക്കലും നിങ്ങളുടെ അഹങ്കാരവുമല്ല കേട്ടോ. സ്വന്തം വികാരങ്ങളെ പുറത്തു കാണിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അത് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഉൾപ്രേരണ മാത്രമാണ്. ഇതൊരു വലിയ കുറ്റമായി കാണാതെ നിങ്ങളെ ഇത്രയും കാലം പ്രൊട്ടക്റ്റ് ചെയ്തൊരു കാര്യമായി ഇതിനെ കാണാൻ തുടങ്ങുക. ഇതൊരു അഹങ്കാരമല്ല. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സുരക്ഷിതമായി നിലനിർത്താൻ പഠിച്ചെടുത്ത ഒരു അതിജീവന തന്ത്രമാണ്. സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, ഇന്നലെകളിൽ നിങ്ങളെ സംരക്ഷിച്ച അതേ വൈകാരിക കോട്ടകൾ തന്നെയാണോ ഇന്ന് നിങ്ങളുടെ സന്തോഷത്തെയും കണക്ഷനുകളെയും തടഞ്ഞു നിർത്തുന്നത്? ഈയൊരു തിരിച്ചറിവാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ മനുഷ്യ മനസ്സിന്റെ മറ്റൊരു ഡീകോഡിംഗുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.